പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാനുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും യാത്രാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുന്ന മാതൃയാനം പദ്ധതി പ്രതിസന്ധിയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പദ്ധതി പ്രകാരം സർവീസ് നടത്തിയ ടാക്സി ഡ്രൈവർമാർക്ക് 3 മാസത്തെ പണം ലഭിക്കാനുണ്ട്. ഓണത്തിന് മുമ്പ് പണം ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇല്ലാതായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാതൃയാനം പദ്ധതി വീതം കുടിശ്ശികയായതോടെ ടാക്സി ഡ്രൈവർമാരുടെ ജീവിതം ദുരിതത്തിലായി. 3 മാസത്തെ തുകയാണ് സർക്കാരിൽ നിന്ന് ടാക്സി ഡ്രൈവർമാർക്ക് ലഭിക്കാനുള്ളത്. 1 ലക്ഷം രൂപയോളം ലഭിക്കാനുള്ളവരും കോഴിക്കോടുണ്ട്. മെഡിക്കൽ കോളേജിൽ മാത്രം 60 ടാക്സികൾ മാതൃയാനം പദ്ധതിയിൽ സർവീസ് നടത്തുന്നു. ഓണത്തിനു മുമ്പ് പണം കിട്ടുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു. ഒരു കൃത്യമായ തീരുമാനം നമ്മളെ തൊഴിലാളികൾക്ക് എന്ന് പണം കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു തീരുമാനം അവർക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. പല പ്രാവശ്യങ്ങളായിട്ട് മാസം 2 തവണയായിട്ട് പണം തരാമെന്നാണ് നമ്മളുടെ എഗ്രിമെൻറ്റിൽ. ഈ മാസം 2 തവണ കഴിഞ്ഞിട്ടും നമുക്ക് പണമില്ല. 2-ാം മാസം ചെല്ലുന്നാലും പണമില്ല. കുറേ NHM ഓഫീസിലേക്ക് പോകണമെന്ന് പറയും. NHM എന്ന് ഒരു പറയും, നിങ്ങൾ സൂപ്രണ്ട് ഓഫീസിലാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുക ചെയ്യുന്നത്. ഓണം ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള വിശേഷ നാളുകൾ കടന്നു വരുന്ന സമയത്ത് മുൻകൂട്ടി കാണാനും അതിന് പണം ആവശ്യമായത് നീക്കി വെക്കാനും നൽകാനും എല്ലാം ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിയേണ്ടതാണ്. അങ്ങനെ ഒരു ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇന്ധനവില വർധനവും ടാക്സി ഡ്രൈവർമാർക്ക് കനത്ത പ്രഹരമായി. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികളിൽ ആണ് മാതൃയാനം പദ്ധതി നടപ്പാക്കിയത്. പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാനുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും യാത്രാ ചെലവ് APL, BPL വ്യത്യാസമില്ലാതെ പൂർണ്ണമായും സർക്കാർ വഹിക്കുന്നതാണ് പദ്ധതി. കൈരളി ന്യൂസ്, കോഴിക്കോട്.